രാഷ്ട്രീയമില്ലാതെ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ശ്വാസമെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. നിങ്ങൾ ഈ പ്രോഫ്കോണിൻ്റെ ഈ വേദിയിൽ സദസ്സിൽ വന്നിരുന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളുടെ ക്യാപ്ഷനിൽ എഴുതി വച്ചിരിക്കുന്നത് ടു ദ റൈറ്റ് ഗോൾ ത്രൂ ദ റൈറ്റ് പാത്ത്. നമ്മുടെ ലക്ഷ്യം മാത്രമല്ല, നമ്മുടെ മാർഗവും ശരിയായിരിക്കണം എന്നുള്ളതാണ് ഈ പ്രോഫ്കോണിൻ്റെ നിങ്ങളുടെ ടാഗ് ലൈൻ, അല്ലേ? അതൊരു രാഷ്ട്രീയ മെസ്സേജാണ്, രാഷ്ട്രീയ മുദ്രാവാക്യം. രാഷ്ട്രീയ മുദ്രാവാക്യം എന്ന് വിചാരിച്ചാൽ എതിർക്കുന്ന പാർട്ടിയിലുള്ള ആളുകളെ ആക്ഷേപിക്കുന്നത് മാത്രമല്ല, നമ്മൾക്ക് പറയാനുള്ളത് ഉറച്ച ശബ്ദത്തോടെ ഭരണാധികാര വർഗത്തോട്, ഭരണകൂടത്തോട് വിളിച്ചു പറയാനുള്ള ആർജവത്തിൻ്റെ പേരാണ്. ഒറ്റയ്ക്കും ചെയ്യാം, സംഘടിതമായിട്ടും ചെയ്യാം. നിങ്ങൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് നിലവിലെ വ്യവസ്ഥിതികളോട് ചോദ്യം ചോദിക്കാനുള്ള ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റാണ്. നിങ്ങളുടെ വ്യവസ്ഥിതിയോട് നിങ്ങൾ വിധേയപ്പെട്ട് അടിമപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ റൈറ്റാണ്. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ പൊതുവെയുള്ള വിചാരം CPM എന്നുള്ളതാണ്. ഞാൻ ആ ലെഫ്റ്റിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, ഞാൻ മനുഷ്യപക്ഷത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്, ഹൃദയപക്ഷത്തെക്കുറിച്ചല്ല പറയുന്നത്. അതാണ് എൻ്റെ ലെഫ്റ്റ്. ഏതാ ആ ലെഫ്റ്റ്? ആ ലെഫ്റ്റ് ഈ രാജ്യത്തെ മനുഷ്യരെ മതത്തിൻ്റെ, ജാതിയുടെ, ഭക്ഷണത്തിൻ്റെ, വസ്ത്രത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, വിളിക്കുന്ന ദൈവത്തിൻ്റെ, സംസാരിക്കുന്ന ഭാഷയുടെ ഒക്കെ പേരിൽ ആക്രമിക്കുമ്പോൾ, വേട്ടയാടുമ്പോൾ കാണാതിരിക്കുകയും കണ്ണടച്ച് നിൽക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റാണ്.